Hello students, welcome to Easy Learning with Suvida. കവിതയിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ ജയമോഹൻ്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഡോക്ടർ കെ എന്ന കഥാപാത്രത്തിൻ്റെ വാക്കും പ്രവൃത്തിയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളും ആവശ്യകതയും വായനക്കാരന് പകർന്നു നൽകുന്ന നവ്യാനുഭവമാണ്. കേന്ദ്ര കഥാപാത്രമായ ഡോക്ടർ കെ കേവലം ഒരു മൃഗ ഡോക്ടർ എന്നതിലുപരി മൃഗങ്ങളുടെ ക്ഷേമത്തിനായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. രാത്രിയിൽ ഉറക്കത്തിനിടയിലും പുറത്തു കേട്ട ശബ്ദം ആനയുടേതാണെന്ന് തിരിച്ചറിയുന്നതിനും ചുരുനോക്കുമ്പോൾ അവിടെയുള്ള ആനയല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്കിറങ്ങുന്ന ഡോക്ടർ കെ കൂടെയുള്ള ഫോറസ്റ്റ് ഓഫീസറെ പോലെ വായനക്കാർക്കും വലിയൊരു വിസ്മയം തന്നെയാണ്. അത്രമാത്രം കാടിനെയും മൃഗങ്ങളെയും സ്നേഹിച്ചിരുന്ന കഥാപാത്രമാണ് ഡോക്ടർ കെ. പരിക്കുപറ്റി തന്നെ തേടിയെത്തിയ കുട്ടിയാനയെ ഡോക്ടർ പരിചരിക്കുന്ന സന്ദർഭം വായനക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കുട്ടിയാനയുടെ കാലിലെ വ്രണത്തിന് ചികിത്സിക്കാൻ തുടങ്ങുന്നതിനിടയിൽ അതിനെ സാന്ത്വനിപ്പിക്കുന്നുണ്ട് ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ഈ സ്നേഹമാണ് കുട്ടിയാന അദ്ദേഹത്തെ തേടി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയത്. 1.5 കൊല്ലം മുമ്പ് താൻ ചികിത്സിച്ച ആനയുടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയാനയെ തിരിച്ചറിയാൻ കഴിഞ്ഞതും മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ കെ ആനക്കുട്ടിയെ ചികിത്സിച്ചു മടങ്ങുമ്പോൾ അതിനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ 30ഓളം ആനകൾ ഒരുമിച്ച് അദ്ദേഹത്തെ നോക്കി സ്നേഹനിർഭരമായി ചിഹ്നം വിളിച്ചത് മാനത്തെ പെരുമ്പറനാദം കേട്ടതുപോലെ വായനക്കാരുടെ ഹൃദയത്തിലും ഒരു പുതിയ സംസ്കാരത്തിൻ്റെ സ്നേഹാർദ്രമായ അലകളായി മാറുന്നു. ചുരുക്കത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെയും മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നുള്ള മനോഹരമായ അനുഭവ പാഠമാണ് ഡോക്ടർ കെയുടെ ജീവിതം.